ഗൈസ്, അപ്പം നമ്മുടെ വിഷു സെലിബ്രേഷനുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ്. നാളെ വിഷു സെലിബ്രേഷൻ ഉണ്ട് നമ്മളെ വീട്ടിൽ വെച്ചിട്ട്. അപ്പം ഞാനിതേ ഒരു പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ, പിന്നെ കാളൻ, പിന്നെ കൂട്ടുകറി, പിന്നെ ഒരു പച്ചടി. ഇത്ര ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നാളെ ഉണ്ടാക്കണം, കുറച്ച് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് നമ്മൾ കണിക്ക് വേണ്ടി ഇന്നലെ ലുലുവിൽ പോയി വാങ്ങിച്ച സാധനങ്ങളാണ്. മൊത്തം കണി സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്രൂട്ട്സുകൾ മൊത്തം മേടിച്ചു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കണിവെള്ളരിക്ക് മേടിച്ചു. പിന്നെ ഏട്ടൻ ഇന്ന് കിച്ചടി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചാൽ ഇന്ന് ഉണ്ടാക്കുമെന്നൊക്കെ അറിയില്ല, എന്താണെന്നൊക്കെ കണ്ടറിയാം. പിന്നെ ഞങ്ങൾ കുറച്ച് ഇലയൊക്കെ മേടിച്ചിട്ടുണ്ട്, പായസം കുടിക്കാനുള്ള ഗ്ലാസും പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ മേടിച്ചു. പിന്നെ മെയിൻ ഐറ്റമാണ് നമ്മൾ ലുലു പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതെന്താണ് കൊന്നപ്പൂ ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ കണി വെക്കാം. അപ്പോൾ ലുലുവിൽ പോയിട്ട് ഞാനിത് കൊന്നപ്പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റാണ്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിച്ചത് കണി വെക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ മേടിച്ചു. ഞാൻ കണി വെക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തതാണ്. ഒരു മയിൽപ്പീലി, ഇതൊന്നും നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടാത്ത സാധനങ്ങളാണ്. പിന്നെ ഇത് മിറർ മേടിച്ചു. പിന്നെ ഇങ്ങനെ കുറച്ച് ബാലൻസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ച് ഈ ധാന്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് കണിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം വാങ്ങി. പിന്നെ ചന്ദനത്തിരി. പിന്നെ ഇതിൽ മെയിൻ കാര്യം കൃഷ്ണനാണ്. ഞാൻ വലുതായിരിക്കും വെച്ച് ഓർഡർ ചെയ്തതാണ്, പക്ഷെ നല്ല കുഞ്ഞായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഇതേ നമ്മൾ ചന്ദനത്തിരി കുത്തി വെക്കാനുള്ള സാധനം. പിന്നെ ഇത് ഞങ്ങൾ ഇന്നലെ ലുലുവിൽ പോയപ്പം അവിടുന്ന് കണ്ടതാണ്. ഒരു ഡെക്കറേഷൻ പോട്ടാണ്, പക്ഷെ നമുക്ക് കണി വെക്കാൻ ബെസ്റ്റ് സാധനമാണ്. അപ്പം ഞാൻ കണി വെച്ചൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നാളെ ഇടുന്നതായിരിക്കും.